പറവൂരിലെ അംബേദ്കർ പാർക്ക്. അതെ, അംബേദ്കർ പാർക്കിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ എറണാകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയുമ്പോൾ ഈ മണ്ഡലം നമ്മൾ പ്രത്യേക ശ്രദ്ധ നൽകി പരിഗണിക്കേണ്ടതാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ അത്തരത്തിലുള്ള ഒരു പരിഗണനയിൽ തന്നെ നമ്മൾ ഈ യാത്രയിൽ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. എന്തൊക്കെ വിശേഷങ്ങൾ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട് ആണല്ലേ. ഞങ്ങളൊരു ഇലക്ഷൻ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള കേരളം മൊത്തം ഒരു യാത്രയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറവൂരിലെത്തിയത്. എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ ചൂടൊക്കെ? ഇലക്ഷൻ നല്ല ചൂടാണ്. ഷൈൻ ടീച്ചർ നല്ല ചർച്ചാ വിഷയമാണ്. കാരണം ഇവിടെ ടീച്ചറുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തന്നെ ഇവിടെ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഇവിടെ യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അതങ്ങനെയായിട്ടാണ് പറവൂർക്കാരുടെ അഭിപ്രായം. അതാണ് ആന്റണിയുടെ മകൻ, അതുപോലെ പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇന്ന് BJP-യിലാണ്. ഇവരെ കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായിട്ടും ഷൈൻ ടീച്ചർ എന്നും ഇടതുപക്ഷത്തിന് നിലകൊള്ളുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് പ്രവർത്തിച്ചേക്കുന്ന ഒരു മെമ്പറാണ്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ ചർച്ച. ടീച്ചറും പറവൂരുകാരിയാണല്ലോ അല്ലേ? അതെ. അവിടെ എന്താ ജനം മാറി ചിന്തിക്കും, ഉറപ്പാണ്. ഇത്തവണ എറണാകുളത്തിന് മാറ്റം വേണമെന്നാണ് പറയുന്നത്. മാറ്റം വേണം. അതെന്താണ് ആ മാറ്റത്തിന് മാറ്റം ആഗ്രഹിക്കുന്ന കാരണം? കഴിഞ്ഞ തവണ 18 MP പോയായിരുന്നു പാർലമെന്റിൽ പോയിട്ട്. ഒരു കേരളത്തിന്റെ ശബ്ദം ഉയർന്നില്ല, പാർലമെന്റിൽ ഉയർന്നില്ല. നിങ്ങൾ ഹൈബീഡിനെ ശ്രദ്ധിച്ചിരുന്നോ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ? ഹൈബീഡിനെ കണ്ടിട്ടേ ഇല്ല. അല്ല, ചില എംപിമാരുടെ ഞങ്ങളിപ്പോ ഇതുവരെ വന്ന വഴിയിൽ ചില എംപിമാരെങ്കിലും പത്രത്തിലും ചാനലിലും ഒക്കെ കണ്ടു എന്നെങ്കിലും ആളുകൾ പറയുന്നുണ്ടായിരുന്നു. വേക്കിൽ മുഖ്യമന്ത്രിയുടെ വേക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ രാജീവിന്റെ ഒക്കെ വേക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ നാട്ടിൽ വന്നൊന്നും കണ്ടിട്ടില്ല. വികസന കാര്യങ്ങളിലെ എംപിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹം പ്രതികരിക്കുന്ന നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ ഈ പറവൂരിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ഒരു പുരാവസ്തു പോലെയാണ് കിടക്കണല്ല. മണ്ഡലം മൊത്തം പുരാവസ്തു കേന്ദ്രമാണ്. പറവൂരിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമൊക്കെയാണല്ലോ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ ടൈറ്റാണ്. ഇത്തവണത്തെ ടൈറ്റ് മത്സരമാണോ? നന്നായിരിക്കും. നല്ല സാഹചര്യവും സമയമൊക്കെ അതിന് പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഒരു നല്ല മത്സരം തീർക്കാൻ കഴിയുന്നുണ്ടോ സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ടും അറിയാവുന്ന പോലെയൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ വാർത്തയിലൊക്കെ കണ്ടു വെച്ച് എല്ലാവർക്കും ഒരു സർപ്രൈസ്ഡ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണല്ലോ ടീച്ചർ. അതിപ്പോൾ ഓരോ പ്രദേശത്തും ടീച്ചർ ഇപ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന സാഹചര്യത്തിലേ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മുഖവരയില്ലാതെ എല്ലാവരുമായിട്ട് ഇടപെടുന്ന സാഹചര്യം സ്വീകാര്യത കിട്ടുന്നുണ്ടോ? പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിലേക്ക് ഉണ്ട്. എന്തായാലും എറണാകുളത്തിന് മാറ്റം അനിവാര്യമാണ്. പിന്നെ ഇപ്പോ ഹൈബീഡൻ ജയിച്ചു പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങോട്ടൊന്നും പറവൂരിലേക്ക് വന്നിട്ടില്ലേ? പറവൂരിലേക്കും കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥലമായിട്ടും പ്രതിപക്ഷ നേതാവിനെ പോലെ കാണാറില്ല. പിന്നെ ഹൈബീഡിനെ കാണുമെന്ന് MBയെ കാണാറില്ല. ഷൈൻ ടീച്ചർ നല്ലൊരു സംഘാടക ടീച്ചർ ഇവിടുത്തെ ഒരു ആൾ കൂടിയാണല്ലോ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടപെടൽ ഇവിടെ നടത്തുന്നുണ്ടോ? ടൗണിലായാലും നമ്മുടെ പറവൂരിലായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ കുത്തവാടുകളാണ് ടീച്ചർ വിജയിച്ച് കയറി വന്നത്. സ്ഥിരമായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല. മാറ്റങ്ങൾ ഏത് നിമിഷം ഉണ്ടാകാം. മാറ്റങ്ങൾ ഏത് നിമിഷം ഉണ്ടാകും. ആ മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥി ഒരു ടീച്ചർ എന്ന നിലയിലുള്ള പരിഗണനയൊക്കെ ടീച്ചർക്ക് ഉണ്ടാവാം. എറണാകുളം ഇപ്രാവശ്യം മാറി ചിന്തിക്കും. ഷൈൻ ടീച്ചർ ജയിക്കും. അതിനെ പറയാനുള്ളത്. ടീച്ചർ ഷൈൻ ചെയ്യും. എറണാകുളത്ത് ഷൈൻ ചെയ്യും. മറ്റൊന്ന്, ഈ കേന്ദ്ര സർക്കാർ യൂത്തിനൊക്കെ നൽകുന്ന പരിഗണനയെ കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എങ്ങനെയാണ്? തൊഴിൽ കുറഞ്ഞിരിക്കും. തൊഴിലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അത് വലിയ ചർച്ചയാവും യുവജനങ്ങൾക്കിടയിൽ. ഈ പ്രാവശ്യം ഈ പറയുന്ന പോലെ അത് വലിയ ചർച്ചയാവും. ചർച്ചയുണ്ട്, നിലവിൽ ചർച്ചയുണ്ട്. ഞങ്ങളൊരു ഇലക്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങിയതാ. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് ഞങ്ങൾ അത്ര വ്യക്തമായിട്ട് അങ്ങോട്ട് അന്വേഷിക്കാറില്ല. എന്നാലും കാര്യങ്ങളൊക്കെ കാണുമ്പോ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്. മത്സരം ആർക്ക് കുഴപ്പമില്ലെന്നാ പറയുന്നത്? ജനങ്ങൾക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ആരും പറഞ്ഞു. നമ്മൾ ഇറങ്ങാത്തോണ്ടായിരിക്കും, അറിയാത്തോണ്ടായിരിക്കും. പറയണമെന്ന് നമുക്ക് അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ടൈറ്റാണ് ഇലക്ഷൻ. നല്ല മത്സരമാണല്ലേ ചേച്ചി? നല്ല മത്സരം. ആർക്കാണ് ചെറിയൊരു മുൻതൂക്കം ഉണ്ടാകും തോന്നുന്നത്? പറ്റില്ല. നിങ്ങൾക്ക് പോലൊരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഇവിടെ വനിതാ സ്ഥാനാർത്ഥിയാണല്ലോ, LDFന്റെ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? വനിത എന്ന നിലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വനിതാന്ന് വെച്ചിട്ടല്ലോ ആരായാലും നമുക്ക് കുഴപ്പമില്ല. അല്ല, എങ്കിൽ പോലും വനിതകൾ കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെ വരണ്ടേ? പാർട്ടി നോക്കിയല്ലേ നമ്മൾ കൂടുതൽ. ആണല്ലേ? അല്ല, ഞാൻ പറഞ്ഞ പാർട്ടികൾ കുറച്ചുകൂടി അവസരം കൊടുക്കണമെന്ന് ചോദിച്ചത്. അല്ല, നമ്മളിപ്പോ വനിതയാന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി മാറി ചെയ്യൂല. ഒരു പാർട്ടിയിൽ വിശ്വസിക്കണം. അപ്പൊ അതേ ചെയ്യും. അപ്പൊ ആ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് എറണാകുളത്തെ സാരി എങ്ങനെയാ പറയുന്നത്? എറണാകുളത്ത് ആ പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കണം. അല്ല, അത് ഏത് പാർട്ടിയാണെന്ന് ഞാൻ ചോദിച്ചത്.
ഡ്രസ് ആ എന്നാ പിന്നെ അതങ്ങ് പറയണ്ടേ? കണ്ടിട്ട് ഷൈൻ ടീച്ചർ ജയിക്കുന്ന തോന്നണത്. അതെന്താ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണം? ടീച്ചർ തന്നെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചറാണെങ്കിൽ നല്ല വർക്ക് കിടക്കുന്നുണ്ട്. നല്ല വർക്ക് ആ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? പ്രതീക്ഷകളുണ്ട്, ആ അതേ പറയാൻ പറ്റുള്ളൂ. ആ മനസ്സിൽ എന്തായിരിക്കും? മനസ്സിൽ ഹൈബീഡ്. ആ ഹൈബ്രിഡ് അതങ്ങ് പറഞ്ഞാൽ പറയും, എന്തിനാ ഇത് കാണിക്കുന്നേ? ഇല്ല ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എന്താണ് ഇത്തവണ ഈ എറണാകുളത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ആർക്കാണ് ഒരു ചെറിയ മുൻതൂക്കം ഈ ഘട്ടത്തിലുള്ളത്? എറണാകുളം എപ്പോഴും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിയോജക മണ്ഡലമാണ്. അപ്പം അതുകൊണ്ട് ഹൈബ്രിഡിന് ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ ചില പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ഇവിടെ വീണ്ടും കുറച്ച് പ്രതിനിധികളുണ്ട്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്തവണ ആര് ജയിക്കണം എന്ന് ആഗ്രഹം? ഷൈൻ ടീച്ചർ ജയിക്കണം. അതെന്താണ് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? അത് കൂടുതൽ ആക്റ്റീവ് ഒക്കെ ആയിട്ടിരിക്കുന്നത് ഷൈൻ ടീച്ചറാണ്. പിന്നെ ഇപ്പൊ പ്രചരണത്തിന് തന്നെയാണെങ്കിലും ഇവിടെ ഷൈൻ ടീച്ചറെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ BJP-യുടെ ആൾക്കാരൊക്കെ പോലും കണ്ടിട്ടില്ല, നോട്ടീസ് തരാൻ വേണ്ടി പോലും വന്നിട്ടില്ല. ഹൈബ്രിഡനോ? ഹൈബ്രിഡ് കണ്ടിട്ട് ആണോ? ഏത് കഴിഞ്ഞ 5 വർഷം കണ്ടിട്ടില്ലെന്നാണോ? ഇലക്ഷൻ കണ്ടിട്ടില്ലെന്നാണോ? ഷൈൻ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കായാലും അതിൻ്റെതായ വ്യക്തതയും കാര്യങ്ങളൊക്കെ വ്യക്തതയുണ്ട്. നമുക്ക് ഇപ്പോൾ കുറച്ച് നേരമാണ് ഇപ്പൊ ഞങ്ങളുടെ അവിടെ പ്രചരണം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ വന്നപ്പോഴായാലും കുറച്ച് നേരം സംസാരിച്ചുള്ളെങ്കിലും ആ ഒരു കുറച്ച് നേരത്തെ ടോക്കി കൂടി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാത്തിനെ പറ്റും പുള്ളിക്കാരിക്ക് നല്ല വ്യക്തതയുണ്ട്, എന്ത് കാര്യത്തിനെ പറ്റും. ഇന്ത്യ മുന്നണി ജയിക്കണം എന്നാണ്. അപ്പോൾ ഇവിടുന്ന് കോൺഗ്രസ് ആണ് ജയിച്ചു പോകുന്നെങ്കിൽ ഇനി അവിടെ എത്തി BJP ആവുമെന്നുള്ള സംശയം നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു പേടിയുണ്ട്. ഇപ്പം ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്ത് പലരും മാറുന്നുണ്ടല്ലോ. ഇപ്പൊ കരുണാകരന്റെ മകൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ടല്ലോ. അതെ, കനഡയുടെ മോനും മാറിയില്ല. അപ്പൊ നമുക്ക് ഇപ്പോ ഈഡന്റെ മകൻ എന്നുള്ള ഹൈബ്രിഡ് എന്നുള്ള ആ ഒരു ലേബിലും നമുക്കൊരു പേടി വരുന്നുണ്ട്. അത് ശരി, മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള അഡ്രസ് പോലും പേടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് രസകരമായ ഒരു നിരീക്ഷണവും വിലയിരുത്തലാണ്. മാറ്റം ആരാവും ആഗ്രഹിക്കാത്ത? ഇത്ര നാളായിട്ട് എന്നിട്ടൊരു പുരോഗമനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഷൈൻ ടീച്ചർ വന്നാൽ നല്ലൊരു മാറ്റം നടക്കും ഉണ്ടാവുന്നു. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യുവാക്കൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു NCRT ബാബരി മസ്ജിദ് പൊളിച്ചതും അതുപോലെ ഗുജറാത്ത് കലാപമൊക്കെ മാറ്റിയിട്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു സുവോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെയുണ്ട് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള. പക്ഷേ ഇനി വരുന്ന തലമുറ ഒരിക്കലും എവല്യൂഷൻ പഠിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതായിട്ടും അല്ലെങ്കിൽ പരശുരാമനെ എറിഞ്ഞിട്ട് കേരളം ഉണ്ടായതൊക്കെ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പം ഞങ്ങളൊരു ഭാഗ്യം ചെയ്ത ബാച്ചാണ്, കാരണം ഇതൊക്കെ പഠിക്കാൻ പറ്റിയല്ലോ. LDF-ന് അനുകൂലമായൊരു സമയം കാണുന്നുണ്ട്. അതെന്താണ് ആ സമയം? സമയം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്. വർഷങ്ങളേറെയായിട്ട് VD സതീശൻ ഇവിടെ ജയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പറവൂര് ഒരു വികസനം പോലും VD സതീശൻ ചെയ്തിട്ടില്ല. അതിവിടെ ഇവിടുത്തെ പുൽക്കുടിക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ VD സതീശൻ്റെ VIP മണ്ഡലം എന്ന് പറഞ്ഞിട്ട് അല്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പ്രവർത്തന രംഗത്ത് VD സതീശൻ ശരിക്കും പറഞ്ഞൊരു വട്ടപൂജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ വികസനമില്ലായ്മ നമുക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി വളരെയധികം കഴിവുള്ള വ്യക്തിയാണ്. മഹിളാ അസോസിയേഷൻ രംഗത്ത് അതുപോലെ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി രാഷ്ട്രീയ ഭേദമന്യേ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടീച്ചർ. അതുകൊണ്ട് തന്നെ ഷൈൻ ടീച്ചർ ജയിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു ആശങ്കയില്ല. എറണാകുളത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ്. അങ്ങനെ എറണാകുളത്തിന്റെ കുത്തക മണ്ഡലം എന്ന ഒരു കുത്തകയൊന്നും അവകാശപ്പെടാനില്ല എന്നാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു സൂചനയായി കാണുന്നത്. ശരി, എന്തായാലും നമുക്ക് ഈ മണ്ഡലത്തിന്റെ എറണാകുളം മണ്ഡലത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര തുടരാം അല്ലേ? അതെ, അപ്പൊ പോവാം. അപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കടമക്കുടിയാണ്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ കണ്ട് ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ യാത്ര തുടരുന്നതാണല്ലേ? അതെ, പറവൂരിൽ നിന്ന് നേരെ കടമക്കുടിയിലേക്കാണ് വരുന്നത്. കടമക്കുടി എന്ന് പറയുമ്പോൾ എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായൊരു ഭൂപ്രദേശമാണ്. അതെ അതെ, ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ അല്ലേ? അതെ, 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് പോലുള്ളൊരു പ്രദേശമാണ്. പക്ഷേ മനോഹരമായ കണക്ടിവിറ്റി, അതായത് യാത്രാ കണക്ടിവിറ്റി ഉണ്ട്. നല്ല സുന്ദരമായ റോഡുകൾ.
സാധാരണ നമ്മൾ എറണാകുളം എന്ന് പറയുമ്പോൾ എറണാകുളത്തിൻ്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് പൊതുവെ നമ്മൾ വേറൊരു മുഖമുണ്ട്, നല്ല രസകരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള മുഖം. ബസ്സിലാണ് പോകുന്നത്. ഓട്ടോൺ വീൽസ് ആണ് ഇത്, പക്ഷേ കുറച്ച് കൂടിയ എണ്ണം വീൽസ് ആണ്. ചേട്ടാ എങ്ങനെയുണ്ട് എറണാകുളം മണ്ഡലത്തിൽ പൊതുവേ? ഇത്തവണ എന്തായാലും LDF ഒരു സാധ്യതയുണ്ട്. ആണോ? അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം നിലവിലെ MP ആയിട്ടിരുന്ന ഹൈബീഡിൻ്റെ വികസന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് കടമക്കുടിയാണ്. ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ 5 വർഷക്കാലമായിട്ട് ഒരൊറ്റ തുക പോലും അദ്ദേഹം വിനിയോഗിച്ചിട്ടില്ല. കടമക്കുടി എന്ന് പറയുന്നത് ഒരു ടൂറിസത്തിന്, അപ്പോൾ കടമക്കുടി ടൂറിസം മാപ്പിൽ തന്നെ ഇടം പിടിച്ചൊരു സ്ഥലമാണ്. പക്ഷേ ഈ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് MPയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഒരു മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും മാറ്റം വേണമെന്നാണ്. നോക്കാം. ചേട്ടാ എന്താണ് പറയാനുള്ളത്? എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? പ്രാവശ്യം ഇടതുപക്ഷം ജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാപ്പുഴ താമസിക്കുന്ന ആളാണ്, ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. വരാപ്പുഴ മണ്ഡലത്തിൽ ഈ പറഞ്ഞ ആളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ആരെ? MP കണ്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷം കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ട് ആ നിർണായക സന്ദർഭങ്ങളിലൊന്നും ഇവർ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് ഈ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവരിത് കേവലം ഒരു MP സ്ഥാനം, അതിനപ്പുറത്ത് വേറൊന്നും കാണുന്നില്ല. ഇതെന്തിനാണിത്? അങ്ങനെയുള്ള ഒരാളെ ഇനിയും പാർലമെൻറ്റിലേക്ക് തിരിച്ചു വിടേണ്ട ഒരു കാര്യമില്ല. ഷൈൻ ടീച്ചർ എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് നോക്കുന്നത്? പക്ഷേ ആള് നല്ലൊരു ആക്റ്റീവാണ്. നമ്മൾ ഇപ്പോൾ ഒരു പരിപാടി എങ്ങനെ ഒരാളെടുത്ത് കയറി അങ്ങോട്ട് പോയി വർത്താനം പറയും. നല്ല രീതിയിൽ തന്നെ നല്ലൊരു പ്രചരണമാണ് ആള് ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? അതെ, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അതെ അതെ. ഈ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ചേട്ടാ എന്താണ് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഇവിടുത്തെ ഒരു പൊതുവേ കേരളത്തിൽ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ജയിക്കാവുന്ന സാധ്യതയുള്ളത്. കാരണം വെച്ചാൽ കേരളം ഇന്ന് സാക്ഷരതയിൽ ഇന്ത്യയിലെ ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമാണ്. ആ സാക്ഷരത കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന്. എന്താ പക്ഷേ കോൺഗ്രസിന്റെ ഒരു ആധിപത്യമുള്ള ഒരു മണ്ഡലമാണല്ലോ എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ, അവിടെ ഒരു LDF സ്ഥാനാർത്ഥിക്ക് സാധ്യത കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ സാധ്യത വെച്ചാൽ ഷൈൻ ടീച്ചർ നമ്മുടെ ഇപ്പോൾ പറവൂരിൽ നേരത്തെ 2 കൗൺസിലിംഗ് ആയിട്ട് 2 ഇതിൽ ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട്. നമുക്ക് ഷൈൻ ടീച്ചർ ജയിക്കും. MPക്ക് വേണ്ടി 1 രൂപ ചലഞ്ച് വരെ ഞങ്ങൾ നടത്തിയാണ്. വെച്ചാൽ MPയുടെ ഫണ്ട് നമ്മുടെ കടമക്കുടി പഞ്ചായത്തിന് കിട്ടിയില്ല. കടമക്കുടി പഞ്ചായത്തിനല്ല, വൈപ്പിന് ഇതിൽ പൊതുവെ നല്ല അഭിപ്രായമാണ്. അല്ല, ആർക്കാണ് ഒരു മുൻതൂക്കം നിലവിലുള്ളത്? മുൻതൂക്കം മണ്ഡലം ഹൈബി കൊണ്ടുപോകും. ഹൈബിക്കാണോ? അതെന്താ അങ്ങനെ ഒരു സാധ്യത? അത് അവരുടെ ഇത് ഏരിയ ആണല്ലോ, ക്രിസ്ത്യൻ കോട്ടയാണല്ലോ. അപ്പൊ അവരുടെ മുൻതൂക്കം അവർക്കാണ്. MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഇത്തിരി മോശമാണ്. ഇതുവരെയായിട്ടും വലിയ പ്രവർത്തനമൊന്നും ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണാധിപത്യത്തിനും പണത്തിൻ്റെ പുറകെ പോകുന്നതിനും അധികാരത്തിന് പുറകെ പോകുന്ന ഒരു വിഭാഗം മാത്രമായി മാറിയിരിക്കുകയാണ്. അവരെ നമ്മൾ കൂടുതൽ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ മറുകണ്ഠം ചാടുന്ന എപ്പോഴാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇടതുപക്ഷമായിരിക്കും. നമ്മൾ ചെല്ലാനത്താണ് നിൽക്കുന്നത്. ചെല്ലാനം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് കൊച്ചിയുടെ കണ്ണുനീരായിരുന്നു. അതെ, കാരണം മഴ പെയ്താൽ കടൽക്ഷോഭം വന്ന് വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. രാത്രികളിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, സമാധാനത്തോടെ ഉറങ്ങത്തില്ലായിരുന്നു ഒരു മഴക്കാലത്തും ചെല്ലാനത്തെ ആളുകൾ. നിരന്തരം അവരുടെ വിലാപം കേട്ടുകൊണ്ടിരുന്നതാണ്. നമ്മൾ മഴക്കാലം എന്നാൽ ഏറ്റവും ആദ്യം വാർത്ത വരുന്ന ചെല്ലാനത്താണ്. കടലാക്രമണം രൂക്ഷം, വീടുകളിൽ വെള്ളം കയറി ആളുകളെ മാറ്റി താമസിപ്പിച്ചു. പക്ഷേ അവരുടെ ആ കരച്ചിൽ, ദയനീയമായ കരച്ചിൽ പലതവണ നമ്മൾ കേട്ടതുമാണ്. പക്ഷെ അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് ചെല്ലാനത്തുകാർ സുഖമായി വീടുകളിൽ ഉറങ്ങുന്നു. ഇത് നമ്മളിപ്പോൾ കയറി നിൽക്കുന്ന ഈ ടെട്രാപോഡ് കൊണ്ടുള്ള ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സർക്കാർ അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ പദ്ധതിയാണ്. കിഫ്ബിയിൽ നിന്ന് ഏകദേശം 600 കോടിയിലധികം രൂപ മുടക്കി ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. കിലോമീറ്റർ കണക്കിനാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ടത്തിന്റെ പണി ഏകദേശം അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു കാവലായി ഈ പദ്ധതി മാറിയിരിക്കുകയാണ്. ഈ പദ്ധതിയിലാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെക്കുറിച്ച് പറയാനൊരു കാര്യമുണ്ട്. കാരണം ഈ കിഫ്ബി പദ്ധതിയെ ഏത് വിധേനയും തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു.
മാധ്യമങ്ങൾ അതിന് കൂടെ നിൽക്കുന്നു. ഇവിടെ പ്രതിപക്ഷം അതിന് കൂടെ നിൽക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം നിഖിലെ, ഈ പ്രതിപക്ഷത്തിന്റെ MLA മാർ ഭരിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഉള്ള മണ്ഡലങ്ങളിലെല്ലാം ഇതേ കിഫ്ബി ഉപയോഗിച്ചാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ഈ പോയ നാളുകളിൽ കണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഇന്ധനം എന്ന് പറയുന്നത് ഇതേ കിഫ്ബിയാണ്. അത് എനിക്ക് തോന്നുന്നു അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്ന് ഈ ചെല്ലാനം തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച, അതിന് കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ കിഫ്ബിയെ തകർക്കാൻ നടക്കുന്നവർ ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് സ്വയം ചോദിക്കണം. നമുക്ക് നാട്ടുകാരോട് ചോദിക്കണം, ആശ്രയമായി ഈ കിഫ്ബി പദ്ധതിയും ഇടത് സർക്കാരും എങ്ങനെ അവർക്ക് ആശ്രയമായി എന്നത് കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ ചോദിക്കണം. തീർച്ചയായും നമുക്ക് പോയി ചോദിക്കാം. അപ്പൊ താഴേക്ക് ഇറങ്ങിയാലോ? താഴേക്ക് ഇറങ്ങണം. ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത്. അതെ, നമസ്കാരം. ഞങ്ങളെ ഇലക്ഷന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നാട്ടിൽ മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പം ഇതിലെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കാലത്ത് നമ്മൾ സ്ഥിരം ഇവിടെ കേട്ടിരുന്നത് മഴ വരുമ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ചയായിരുന്നു, വേറെ ക്യാമ്പുകളിലേക്കൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ടെട്രാപോഡ് ഇട്ട് ഈ പദ്ധതി വന്നതിന് ശേഷം? കടൽ വന്നാൽ പെരയിടാത്തൊന്നും ഇരിക്കാനൊക്കെ ചെളിയും വെള്ളവും എല്ലാമൊക്കെയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ഇരിക്കാൻ പറ്റില്ല. അത് എത്ര ആഴ്ച കൊണ്ടാണ് ഞങ്ങളെ പെരയിടാത്തെന്നൊക്കെ അഴുക്ക് കളഞ്ഞ ഗിറ്റും കോപ്പും കോജലും എല്ലാമായിരുന്നു. ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവസഹായമായിട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് കിടന്നുറങ്ങാനൊത്താ മതി. പേടിയില്ലാണ്ട് വീട്ടിൽ കിടന്നുറങ്ങാം. മറ്റത് ഞങ്ങൾ കടൽ കയറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊച്ചുങ്ങളാണെങ്കിൽ എടുത്ത് തോളയിട്ടും കൊണ്ട് ഓടുകയാണ് ചെയ്യണത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇപ്രാവശ്യത്തെ മഴക്കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. നന്നായിട്ട് കടന്നുപോയി അല്ലേ? കടന്നുപോയി. ഒരമ്മ കൂടി ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാം. രണ്ടമ്മയോടും ചോദിച്ചിട്ടേ പോകുള്ളൂ. ഇപ്പൊ ഒരു സമാധാനം ഉണ്ടല്ലേ? ഒരു സമാധാനമുണ്ട്. ഈ സർക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും തൊഴിൽ നമ്മുടെ കടവത്ത് തന്നെ ചെയ്യാനും എടുക്കാനും എല്ലാത്തിനും ഒരു സഹായം സർക്കാരുണ്ട്. അമ്മയ്ക്ക് പഴയകാല ഓർമ്മയുണ്ടോ? വീടുകളിൽ നിന്ന് മഴ ഈ വെള്ളം വരുമ്പോൾ പിന്നെ മാസക്കണക്കൊക്കെ ഇവിടെ ചെളി കോരിയിട്ടുണ്ട് ആൾക്കാർ. അന്ന് ക്യാമ്പുകളിലായിരിക്കുമല്ലോ താമസിക്കുന്നത്? അന്ന് ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം, പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. സന്തോഷാണല്ലേ, ഇങ്ങനെയൊക്കെ ചിരിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടോ സംശയമായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങൾ രാവിലെ പാട് കയറി ഇറങ്ങി നടക്കുകയും ചെയ്യും. ഇതിപ്പോ നടക്കാനുള്ള ഇതെല്ലാം ഒരു രസമായിട്ടുണ്ടല്ലേ? രസമായിട്ടുണ്ട്. ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ടോ ഇപ്പൊ? ഇത് എല്ലാം നടക്കുന്നുണ്ടല്ലോ. എല്ലാരും ഇവിടെയുള്ള ആൾക്കാരെല്ലാരും കയറി രാവിലെയും വൈകുന്നേരങ്ങളിലും വെയിലാറി കഴിയുമ്പോ അല്ലേ? നടക്കും. അയ്യോ, വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ഈ സർക്കാരിന് 1000 നന്ദി. അപ്പൊ ഈ അമ്മയോട് കൂടി ചോദിക്കട്ടെ. നമുക്ക് പറയാനുള്ള ഒന്നേ പറയാനുള്ളൂ. നമുക്ക് ഇവിടെ ഇത് കിട്ടിയ വലിയ ഉപകാരപ്പെട്ട് വളരെ സന്തോഷമായിട്ട്. രണ്ടു മൂന്ന് ചേട്ടന്മാരും കൂടി ഉണ്ട്. ചേട്ടാ, ആ ഒരു പഴയ ഒരു കാലവും ഈ ടെട്രാപോഡൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു കാലം എന്താ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്താ? ഇത് വളരെ ഉപകാരമാണ്. ഇത് വെച്ചാൽ ഇനിയൊരു 10-30 കൊല്ലത്തേക്ക് ഞങ്ങളും ഞങ്ങളുടെ മക്കൾ ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ അത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തെമ്മാർക്കടൽ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് പിള്ളേരെ എടുത്തുകൊണ്ട് കിഴക്കോട്ട് ഓടിക്കും. അങ്ങനെ അവസ്ഥയാണ്. ഇനിയൊരു 10-30 കൊല്ലത്തേക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതുകൊണ്ട്. ഇത് തന്നെയല്ല, ഇപ്പം ഫിഷിംഗ് ഹാർബർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പോർട്ട് വെച്ച് പോയി കിടന്ന് വെളുപ്പിന് 4 മണിക്ക് പോയിട്ട് സന്ധ്യക്ക് ഒക്കെ അങ്ങനെയൊക്കെയാണ് വന്നത്. ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾക്ക് പണി നോക്കിക്കൊണ്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കയറാം. ചിലവ് കുറവുണ്ട്. സന്തോഷമായ ജീവിതം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. വീട്ടിൽ വെള്ളം കയറില്ല. അതൊരു വലിയ കാര്യമല്ലേ? പേടിക്കാണ്ട് കിടന്ന് ഉറങ്ങാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് വളരെ കടലുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. സൗണ്ട് പോലും കേൾക്കണം. അത്രക്ക് സുരക്ഷിതമായിട്ടാണ് ഇപ്പൊ ഇതിനെ വിശേഷിച്ച് ഇതിനെ ജയിക്കാൻ പറ്റിയ ഒരു പദ്ധതിയും വന്നിട്ടില്ല. ഒത്തിരിയേറെ കാലങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് വന്നത്. അപ്പൊ അതിന് പ്രതീക്ഷിച്ചിരുന്നില്ല വരുന്നു പറഞ്ഞെങ്കിലും പുലി വന്നപ്പോ ആരും അറിഞ്ഞില്ല. പെട്ടെന്നുള്ള പറവായി ആരും അങ്ങനെ അറിയാതെ പോയി അല്ലേ? ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനിടെ ഇത് പറയാതെ പോകുന്നു. അപ്പൊ ഇവിടെ നമ്മളെ എതിർക്കുന്ന ഈ സർക്കാരിനെ എതിർക്കുന്ന ആൾക്കാർ വരെ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ പറഞ്ഞത് ഇപ്പൊ പിണറായി വരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടേ മാല ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ രാഷ്ട്രീയം അങ്ങനെ കിടക്കും. രാഷ്ട്രീയം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കെന്ന് പറഞ്ഞ വികസനം അതുപോലെ ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് അതാണ് ഏറ്റവും വലിയ
അപ്പോൾ ഏതായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയിട്ടാണ് വന്നത്. ഇത്രയൊക്കെ സൗകര്യം ലഭിച്ചവരാണ് നിങ്ങൾ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമുക്ക് പറയാനെന്ന് രാഷ്ട്രീയം ഞങ്ങൾക്ക് അങ്ങനെ പറയാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ നമുക്ക് എന്തായാലും ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനം നമ്മുടെ കേന്ദ്രത്തിലുണ്ടാകും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമോ അതൊന്നുമല്ല, അവരുടെ മുഖത്തെ സന്തോഷവും ചിരിയും. നേരത്തെ അമ്മയുടെ ആ ചിരിയൊക്കെ കണ്ടില്ലേ അല്ലേ? അല്ല, ഇതിൽ പരം സന്തോഷമൊന്നും ഒരു മറുപടി ഒരു സർക്കാരിന് ലഭിക്കാനില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കടമ നിർവഹിക്കാനും ഇല്ല എന്നുള്ളതാണ്. ഈ മനുഷ്യരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരികൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കണ്ടാൽ വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നീങ്ങിയാലോ? നമുക്ക് ഇവിടെ നിന്നും. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എറണാകുളം മണ്ഡലത്തിലെ യാത്രയിൽ ഇനിയും തുടരേണ്ടതുണ്ട്. അതെ, തീർച്ചയായും. വരാപ്പുഴ മാർക്കറ്റ്. വിഭാഗം ജനങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ. അതെ, ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട സ്ഥലം കൂടിയാണ്. അപ്പൊ ഇവിടെ ആളുകൾ എറണാകുളത്തെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത്. ചേട്ടാ രണ്ടുപേരും തിരക്കിലാണോ? നമ്മള് ഇലക്ഷന്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നു. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? എങ്ങനെയാണ് ഇവിടെ? കുഴപ്പമില്ല, നമ്മുടെ ഷൈൻ ടീച്ചറിനാണ് ഒരു ട്രെൻഡ് വന്നേക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു അത്യാവശ്യം ഷൈൻ ടീച്ചറ് മണ്ഡലത്തിൽ അത്യാവശ്യം പര്യടനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് പൊതുവെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ വണ്ടിക്കകത്ത് കയറുന്ന ആൾക്കാരൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയം പറയാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു പൊതുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു മൂവ്മെൻ്റ് ആണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾ നല്ലോണം തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണത്. അപ്പോൾ അവർക്കിടയിലൊക്കെ വലിയ ഒരു ഇടതുപക്ഷത്തിനാണ് അവരെ കാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സംഗതി നന്നായി വന്നിട്ടുണ്ട്. പൊതുവെ എങ്ങനെയുണ്ട് ഇവിടെ ട്രെൻഡ്? പൊതുവെ തരംഗം കെ ജെ ഷൈൻ ടീച്ചറെ ജയിക്കുമെന്നാണ്. അത് നല്ല കരുത്തായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 2 തവണ നമ്മൾ ഇവിടെ ജയിച്ചിട്ടുണ്ട്. സബാസ്റ്റിൻ പോളും പിന്നെ അർക്കൽ ജെയിംസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ജയിച്ചിട്ടുണ്ട്. നല്ല ടീച്ചറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇലക്ഷനൊക്കെ വന്നോണ്ടിരിക്കല്ലേ, ആവേശമായിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. വോട്ട് ചെയ്യാൻ പോണം. ഇപ്പോഴെന്താ തോന്നുന്നത് ഈ പ്രചരണമൊക്കെ കാണുമ്പോ? 2 ടീമും വളരെ മോശക്കാരല്ല. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ട് എന്താ തോന്നുന്നേ? ആർക്കാണ് ഒരു കുറച്ചൊരു ശക്തി കൂടുതൽ? ആർക്കാ? എന്നാലും നമുക്കിത് വാർത്തയും ഇതൊക്കെ കാണുമ്പോൾ വർക്കൊക്കെ കാണുമ്പോൾ തോന്നൂലേ? പറഞ്ഞോണ്ട് ഹൈബിക്കാണ്. അതെന്താ അങ്ങനെ ഒരു സാധ്യത വരാൻ? നല്ല പ്രവർത്തനമായിരുന്നു എം പി എന്ന നിലയിൽ. ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ഇച്ചിരി തള്ളിയുന്നേ ആളുപോട്ടെ പ്രവർത്തനം ഏതാണ്ട് അതിന്റെ നല്ല ഘട്ടത്തിലോട്ട് കിടക്കണം. കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് മുൻതൂക്കം ഉള്ളത് ഇത്തവണ? മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിനാണ് ഇവിടെ നിലപാടുള്ളത് ഇത്തവണ. ആ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരാൻ വഴിയില്ല. പിന്നെ ഐബിയുടെ വികസനം പറയുന്നുണ്ട്. എന്തോന്നാ വികസനം? പുള്ളിക്കാരന് സാന്നിധ്യമുള്ളടത്ത്, പുള്ളിക്കാരന് വോട്ട് കിട്ടുമെന്ന് ബോധ്യമുള്ളടത്ത് അവിടെ പലതും ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വികസനമാവും? വികസനം എന്ന് പറഞ്ഞാൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിന് വികസനം എന്ന് പറയാം. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എന്താണ് ഇവിടെ കാര്യങ്ങൾ? ആരായിരിക്കും ഇത്തവണ ജയിക്കുക ചേച്ചിക്ക് തോന്നുന്നത്? ജയിക്കോ? ഭയങ്കര സന്തോഷത്തോടെയാണല്ലോ. ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ പാവപ്പെട്ടവർക്ക്? ആണോ? അപ്പൊ വിട്ടാലോ? നല്ല കച്ചവടം നടക്കുന്ന സമയം, നമുക്ക് അലമ്പാക്കണ്ട. തീർച്ചയായും. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാം.